എനിക്ക് ബാത്റൂമിൽ വച്ച് മുഴുമിപ്പിക്കാൻ കഴിയാതിരുന്നത് ഞാൻ രാത്രിയിൽ അമ്മയെ ഓർത്തുവിട്ടു. ഈ സംഭവത്തെ തുടർന്ന് ഞാൻ അമ്മയെ നിരീക്ഷിക്കാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ കണ്ടിട്ടുള്ളത് തുണി അലക്കുമ്പോൾ, മുറ്റം അടിച്ചു വാരുമ്പോൾ, അകം അടിച്ചു വാരുമ്പോൾ, അങ്ങനെ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ അതുങ്ങളെ താങ്ങി നിർത്തുന്ന അതും കാണും. പിന്നെ അടിച്ചു വാരുമ്പോഴും അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നത് കാണാറുണ്ട്. പിന്നെ മുറ്റവും അകവും അടിച്ചു വാരുമ്പോൾ അനങ്ങി നടക്കുന്നതനുസരിച്ച് അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കും. അപ്പോൾ ഞാൻ കൗതുകത്തോടെ അതും നിരീക്ഷിച്ചു നിൽക്കും. നല്ല രസമാണ് അതുങ്ങൾ അങ്ങനെ ചാടി ചാടി നിൽക്കുന്നത്. ഞാൻ അപ്പോൾ ചിന്തിക്കും, അകത്ത് ഇടുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഇതുങ്ങൾ ഇങ്ങനെ ആകുന്നതെന്ന്. ഇനി കുഴഞ്ഞ തുണി കൊണ്ടുള്ള വലുതുമാണോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ. ഇതൊന്നും ഞാൻ നിരീക്ഷിക്കുന്നത് അമ്മ അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മുന്നിൽ വന്ന് ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അതുങ്ങളെല്ലാം എൻ്റെ മുന്നിൽ അങ്ങനെ ഉദിച്ചു നിൽക്കും. ഇങ്ങനെയുള്ള ഏത് സന്ദർഭം വന്നാലും ഞാൻ അത് നിരീക്ഷിക്കാതെ വിടില്ല. എല്ലാം അമ്മ അറിയാതെയാണ്. എന്തായാലും ഇതൊക്കെ മതിയായിരുന്നു എനിക്ക് ഓർത്ത് വിടാൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രാത്രി അതുമോർത്ത് വിടും. പിന്നെയും വെറുതെ ഒന്നുമിടാത്ത രൂപത്തിലൊക്കെ ഓർത്താൽ പിന്നെയും ഉണ്ണിക്കുട്ടൻ ഒരു ഉളുപ്പമില്ലാതെ എണീറ്റ് നോക്കും. ഏതായാലും എണീറ്റ് തന്നെ, അപ്പോൾ ഒന്നുകൂടെ കൊടുത്തേക്കാം എന്ന് കരുതി വീണ്ടും എന്തെങ്കിലുമൊക്കെ ഓർത്ത് കൊടുത്തു വിടും. അങ്ങനെ ഒരു ദിവസം എൻ്റെ തൊട്ട മുന്നിൽ നിന്നും നിലത്ത് വീണത് എന്തോ എടുക്കാനായി അവർ ശ്രമിച്ചപ്പോൾ പകുതിയിലും കൂടുതൽ അതങ്ങനെ ദർശിക്കാൻ അവസരം വന്നപ്പോൾ ഞാൻ വേറൊന്നും നോക്കിയില്ല. ഫോണെടുത്ത് നല്ലൊരു ഫോട്ടോ എടുത്തു. അത് അവർ അറിഞ്ഞില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് വലിയ ആനന്ദം തോന്നി. പിന്നെ അതും സൂം ചെയ്ത് നോക്കി. രാത്രിയും പകലുമില്ലാതെ എപ്പോഴും വിടലായി. പിന്നൊരു ദിവസം ഞാൻ രാത്രിയിൽ അങ്ങനെ കിടക്കുമ്പോൾ ഫോട്ടോയും നോക്കി അങ്ങനെ ചിന്തിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടനും എണീറ്റു. പിന്നെ ഓരോന്നോർത്ത് പ്രവർത്തിച്ചു. അപ്പോൾ ഞാൻ അതുങ്ങളെ എടുക്കുന്നതും കഴിക്കുന്നതും അപ്പോൾ അവർ സന്തോഷം കൊണ്ട് നോക്കുന്നതുമൊക്കെ ആലോചിച്ച് അങ്ങനെ വേഗതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാനും എൻ്റെ മനസ്സും ഏതോ ലോകത്തിലെത്തിയതുപോലെ ആ ഒരു അവസ്ഥയിൽ എനിക്ക് എന്തൊക്കെയായി. എന്നും രാവിലെ എണീറ്റ് മുന്നിൽ പോയി നിന്ന് അതിനുള്ളിൽ കൂടെ കൈയിട്ട് അതുങ്ങളെ പിടിച്ച് പുറത്തേക്കെടുത്ത് എനിക്ക് കൺകുളിർക്കെ കാണാനും അതുങ്ങളെ രണ്ട് കൈകൊണ്ടും എടുത്ത് ലാളിക്കാനും ആഗ്രഹം തോന്നി. പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഫോണിലെ ഫോട്ടോ എടുത്ത് ഞാൻ വാൾപേപ്പറാക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്നും എണീക്കുമ്പോൾ അത് കണിയായി കാണാലോ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അത്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു മനസ്സുഖം തോന്നി. പിന്നെ ഞാൻ നോക്കി വിട്ടു. അങ്ങനെ ഫോൺ കട്ടിലിൽ വെച്ച് ചുമ്മാ ഓരോന്നോർത്ത് കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞ് സമയം നോക്കാൻ ഫോൺ എടുത്തപ്പോൾ വീണ്ടും വാൾപേപ്പറിൽ ആ ഫോട്ടോ കണ്ടു. അത് കണ്ടതും വീണ്ടും ഉണ്ണിക്കുട്ടൻ ചാടി എണീറ്റു. പണ്ടാരം ഇത് എന്നെയും കൊണ്ടേ പോകുമല്ലോ, ഞാൻ മനസ്സിൽ പറഞ്ഞു.
ഫോട്ടോ കണ്ടിട്ട് ഇവൻ ഇങ്ങനെ ഇക്കണക്കിന് പോയാൽ നേരിട്ട് ഒന്നുമില്ലാതെ കണ്ടാൽ ഇനി എനിക്ക് സ്വന്തമായി കിട്ടിയാൽ എന്താവും അവസ്ഥ? ജീവൻ പോയതിന് പെട്ടെന്ന് ജീവൻ വച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ഇടയ്ക്കിടെ ഇതിങ്ങനെ എണീറ്റുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ എന്നെനിക്ക് തോന്നി. പിന്നെ ഉറക്കം വന്നിട്ടാണെങ്കിൽ അത് വേറൊരു ഭാഗം. അങ്ങനെ ഞാൻ അതും നോക്കി അങ്ങനെ പ്രവർത്തിപ്പിച്ചു. അങ്ങനെ കുറച്ചു നേരം കഠിനാധ്വാനം തുടർന്നു. പിന്നെ അത് സംഭവിച്ചു. അപ്പോൾ ഒരു വലിയ ആശ്വാസം തോന്നി. ഇനി അടങ്ങി ഒതുങ്ങി ഉറങ്ങുമല്ലോ ഞാൻ ഓർത്തു. പിന്നെ ഫോൺ അവിടെ വെച്ചു. പിന്നെ പോയോ ഞാൻ പോലും അറിയാതെ ഉറങ്ങിപ്പോയി. രാവിലെ എണീക്കാൻ ഇച്ചിരി വൈകി. എഴുന്നേറ്റപ്പോയേക്കും രാത്രി ചെയ്തതുപോലെ എല്ലാം അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. പക്ഷേ പുതപ്പ് അവിടം വരെ മൂടിയാണ് ഉണ്ടായിരുന്നത്. അത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നല്ലോണം മൂടിയിട്ടുണ്ടല്ലോ ഞാൻ ചിന്തിച്ചു. പിന്നീട് ഞാൻ ഫോൺ തിരഞ്ഞപ്പോൾ കട്ടിലിൽ ഫോൺ കണ്ടില്ല. ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചു പോയി. എൻ്റെ ഹൃദയം പടപട ഇടിച്ചു. ഞാൻ ഒന്ന് എണീറ്റ് എല്ലായിടത്തും നോക്കി. പിന്നെ ജനൽ പടിക്കൽ നോക്കിയപ്പോൾ ഫോൺ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. കട്ടിൽ തലവെച്ച് കിടക്കുന്ന നേരെ മുകളിലാണ് ജനൽ വരുന്നത്. അവിടെ നിന്നുമാണ് ഫോൺ കിട്ടിയത്. സാധാരണ ഞാൻ എന്നും കട്ടിലാണ് ഫോൺ വെക്കുന്നത്. ചിലപ്പോൾ ഇന്നലെ രാത്രി ഓർമ്മയില്ലാതെ കിടക്കാൻ നേരം ഞാൻ തന്നെയാവും അവിടെ ഫോൺ വെച്ചത് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ആ ഒരു നല്ല ഫോട്ടോയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് രാത്രി അതിനോടുള്ള ഇഷ്ടം. അതിൻ്റെ ഒരു ഇതിൽ അതാണ് ഞാൻ ലോക്ക് സ്ക്രീനിലും പിന്നെ വാൾപേപ്പറുമായിട്ടും വെച്ചതെന്നു. ഒരു നിമിഷം ഞാൻ അതിൽ ഇഷ്ടത്തോടെ നോക്കി നിന്ന് പോയി. നോക്കേണ്ട താമസം വീണ്ടും ഉണ്ണിക്കുട്ടൻ ഉണർന്നു. ഇനി ഇത് വാൾപേപ്പറായി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ തന്നെ ആ ഫോട്ടോ എടുത്ത് മാറ്റി. പിന്നെ ആ ഫോട്ടോ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ ആലോചിച്ചുകൊണ്ട് ഞാൻ കട്ടിലിൽ നിന്നും എണീറ്റ് നേരെ അടുക്കളയിലേക്ക് ചെന്നു. പക്ഷെ അടുക്കളയിൽ അമ്മയില്ലായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്നും തുണി അലക്കുവാണ്. ആ സമയം ഞാൻ അങ്ങനെ നോക്കി നിന്നു. പതിവില്ലാതെ പതുക്കെ ചെന്ന് പിന്നിൽ നിന്നും. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഞാൻ ചിന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഉണർന്നിരിക്കുന്ന ഉണ്ണിക്കുട്ടൻ അവിടേക്ക് ചേരും. അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടും. അപ്പോൾ എനിക്കും പണിയാകും. എന്തായാലും ഇന്നത്തെ സന്തോഷവും കൂടി കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ നേരെ ബാത്റൂമിലേക്ക് വിട്ടു. താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഒരു പേടി കൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ കൂടുതലായി ഒന്നും പ്രവർത്തിക്കാതിരുന്നത്. അങ്ങനെ ഇടയ്ക്കിടെ നോക്കിയോ നിരീക്ഷിച്ചും സീൻ പിടിച്ചും ഓരോന്ന് വിട്ട് ദിവസങ്ങൾ കുറച്ച് കടന്നുപോയി. എല്ലാം കഴിഞ്ഞ് ഒരു പുതിയ ദിവസത്തെ പ്രകൃതി പ്രകാശിച്ചു. ഇന്ന് രാത്രി മുതലാണ് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല കാര്യം തുടങ്ങുന്നത്. കൂടെ എൻ്റെ പുതിയ ജീവിതവും. അത് ഞാൻ പറയാം.